അസ്സലാമു അലൈക്കും. ദിവസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പച്ചമാങ്ങ കയ്യിലുണ്ടോ എന്നാൽ ഈ ഒരു ചമ്മന്തി മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മാങ്ങ കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നടുക്ക് കീറിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ തക്കാളിയുടെയും പച്ചമാങ്ങയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറുന്ന വരെ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ അതാ ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ ഇപ്പോൾ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് കുക്കായിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അതാ അടിഭാഗം കൂടി ഏകദേശം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇതിന് ചൂടൊക്കെ ആറിയതിന് ശേഷം തക്കാളിയുടെ പുറത്തുള്ള ആ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും 1/2 സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.